കണ്ണൂരിൽ 8 മാസം പ്രായമുള്ള കുഞ്ഞിന് മരുന്ന് മാറി നൽകിയതിൽ പ്രതിഷേധവുമായി യൂത്ത് കോൺഗ്രസ്. പഴയങ്ങാടിയിലെ ഖദീജ മെഡിക്കൽ ഷോപ്പ് തുറക്കാനുള്ള ശ്രമം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ തടഞ്ഞു. അംഗീകൃത ഫാർമസിസ്റ്റ് ഇല്ല എന്ന് ആരോപിച്ചായിരുന്നു യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം. ഫെലിക്സ് ആണ് വിവരങ്ങളുമായി കണ്ണൂരിൽ നിന്ന് ചേരുന്നത്. ഫെലിക്സ്, ഇത്തരമൊരു പ്രതിഷേധത്തിലേക്ക് യൂത്ത് കോൺഗ്രസിനെ എത്തിച്ചത് മരുന്ന് മാറി നൽകിയതിലുള്ള ഒരു പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ടാണോ? എന്തായിരുന്നു ശരിക്കും അവിടെ സംഭവിച്ചത്? മാർഷൽ, കഴിഞ്ഞ ദിവസമാണ് ഈ മെഡിക്കൽ ഷോപ്പിൽ നിന്നും 8 മാസം പ്രായമുള്ള കുഞ്ഞിന് മരുന്ന് മാറി നൽകിയത്. അതായത് ഈ കുഞ്ഞിന് പനി ബാധിച്ചതിനെ തുടർന്ന് ആശുപത്രിയിൽ ഡോക്ടറെ കാണിക്കുകയും ഡോക്ടർ കുറിപ്പ് എഴുതി നൽകി. പക്ഷേ മരുന്ന് മാറി നൽകി. അങ്ങനെ കുഞ്ഞ് ഗുരുതരാവസ്ഥയിലായിരുന്നു. ഗുരുതരാവസ്ഥയിൽ കരളിനടക്കം രോഗം ബാധിക്കുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങളെത്തി. ഏറ്റവും ഒടുവിൽ കുഞ്ഞ് ഇപ്പോൾ രോഗം ഭേദമായി തിരികെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. എന്നാൽ ഈ ഖദീജ മെഡിക്കൽ ഷോപ്പ് വീണ്ടും കഴിഞ്ഞ ദിവസങ്ങളൊന്നും തന്നെ തുറന്നിരുന്നില്ല. എന്നാൽ ഇന്ന് വീണ്ടും അവർ തുറന്നു. ആ സമയത്താണ് യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം അവിടേക്ക് എത്തിയത്. പ്രധാനമായി യൂത്ത് കോൺഗ്രസ് പറയുന്നത് അംഗീകൃത ഫാർമസിസ്റ്റ് ഇല്ലാതെയാണ് ഇപ്പോൾ ഈ മെഡിക്കൽ ഷോപ്പ് തുറന്നത്. പക്ഷെ അത് അംഗീകരിക്കാൻ കഴിയില്ല എന്നതാണ്. കാരണം ഈ മെഡിക്കൽ ഷോപ്പിൽ നിന്നുമാണ് 8 മാസം പ്രായമുള്ള കുഞ്ഞിന് സമാനമായ രീതിയിൽ ഈ മരുന്ന് മാറി നൽകിയത്. അപ്പോൾ അതുകൊണ്ട് ഇനി ഇത് തുറക്കാൻ അംഗീകരിക്കില്ല. അല്ലെങ്കിൽ അത് തുറക്കണമെങ്കിൽ അംഗീകൃത ഫാർമസിസ്റ്റ് വേണം. അല്ലാത്ത പക്ഷം വീണ്ടും ഇത്തരത്തിലുള്ള വീഴ്ചകൾ സംഭവിക്കാം എന്നതാണ്. അതുകൊണ്ടാണ് ശക്തമായ പ്രതിഷേധം ഇന്ന് യൂത്ത് കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നുണ്ടായത്. കഴിഞ്ഞ ദിവസം ഈ മെഡിക്കൽ ഷോപ്പിനെതിരെ ഈ സംഭവം നടന്ന സമയത്ത് ഡിവൈഎഫ്ഐ യൂത്ത് കോൺഗ്രസും സമാനമായ രീതിയിൽ പ്രതിഷേധിച്ചിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ വീണ്ടും തുറക്കാനുള്ള ശ്രമം നടത്തിയപ്പോൾ ആ തുറന്ന മെഡിക്കൽ ഷോപ്പ് അടപ്പിച്ചുകൊണ്ടുള്ള പ്രതിഷേധത്തിലേക്ക് യൂത്ത് കോൺഗ്രസ് പോയത്.